അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ മുഖത്ത് വരുന്ന കലകൾ, അതുപോലെ ഓയിലി സ്കിന്നായിട്ടുള്ള ഫേസ്, ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണിത്. ഈ ഒരു മരത്തിൻ്റെ തൈ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഏതാണ് മരമെന്ന്. അതായത് പേരക്കയാണ്. നമ്മളുടെ പേരക്കയുടെ ഇല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആളുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കൂടുതൽ ആളുകളിലുമുള്ളൊരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന എണ്ണമയം. ഈ എണ്ണമയം കാരണം മുഖക്കുരു ഉണ്ടാകുന്നത്, അതുപോലെ മുഖത്ത് പാടുകൾ, കലകൾ, കറുത്ത പാടുകളൊക്കെ ആയിട്ട് കാണുന്നത്. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് കറുത്ത പാട് വരുന്നത് മുഖത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ട്. അതായത് ഗുവ ഫേസ് പാക്കാണ്. അതായത് പേരക്കയുടെ ഇല ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക്. പേരക്കയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പേരക്കയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ പേരക്കയുടെ ഇല ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മുഖത്തുണ്ടാകുന്ന മുഖത്ത് കറുത്ത പാടുകളുള്ള ആളുകൾക്ക് ഉണ്ടാക്കാവുന്ന ഫേസ് പാക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഫേസ് പാക്കിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് പേരക്കയുടെ ഇലയാണ്, തളിർത്ത ഇലയാണ്. ആ പേരക്കയുടെ ഇലയും അതുപോലെ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ പച്ചമഞ്ഞൾ അരച്ചതുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പേരക്കയുടെ ഇല നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് കറ്റാർവാഴയുടെ ജെല്ല് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു നുള്ള് പച്ചമഞ്ഞൾ അരച്ചത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല രൂപത്തിലൊരു പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് രാത്രിയിൽ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം. നല്ല റിസൾട്ടായിരിക്കും മുഖത്ത് വരുന്ന കറുത്ത പാടുകൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു നല്ല ഫേസ് പാക്കാണ്. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഈ മുഖത്തിൻ്റെ ചർമ്മത്തിൽ എണ്ണമയം ഉണ്ടാകുന്നതായിട്ട് ഒരുപാട് പേരിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ മുഖത്ത് എണ്ണമയമുള്ള ആളുകൾക്ക് ഈ പാക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതായത് നമുക്ക് പേര മരത്തിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂട് ആറിയതിന് ശേഷം നമുക്ക് ആ വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ പോലും ഈ എണ്ണമയം പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖം കഴുകാം. ഇതും എണ്ണമയം കളയാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇനി ഇതിന് നമുക്ക് ഫേസ് പാക്ക് ഉണ്ട്. ആ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതായത് ഇളം പേരയില എടുക്കുക. പേരയിലെന്ന് ഒരു ഇളം ഇല എടുക്കുക. ആ ഇല എടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞളും കൂടെ അരച്ച് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മുഖത്ത് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് എണ്ണമയം ഉണ്ടാകില്ല. എണ്ണമയം നമ്മൾ മുഖത്ത് നിന്നും കളയുമ്പോൾ നമുക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണമയം കൂടുതലാകുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി അതുപോലെ നമ്മളുടെ മുഖത്ത് ഉണ്ടാകുന്ന ചുളിവുകൾ, അതായത് പ്രായം കൂടുതലായിട്ട് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഈ ചുളിവുകളുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട്. അതെങ്ങനെയാണ് ഈ പേരമരത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുക എന്ന് നോക്കാം. അതായത് പേരക്കയുടെ മരത്തിൻ്റെ ഇല എടുക്കുക. ഇളം ഇല എടുക്കണം. നമ്മളെപ്പോഴും ഇല ചൂസ് ചെയ്യുമ്പോൾ ഇളം ഇല എടുക്കുക. ആ ഇല എടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേന് മിക്സ് ചെയ്യുക. ആ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുഖം തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മുഖം നല്ല രീതിയിൽ തണുത്ത വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിൽ
രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ ഏത് ഫേസ് പാക്കും നമ്മൾ ഉപയോഗിക്കാവൂ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് രാത്രിയാണ് ഫേസ് പാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ബെസ്റ്റ് സമയം രാത്രിയാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേരക്കയുടെ ഇല എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണിത്. അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പേരക്ക മരത്തിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.